ഫൺ ഫാലിമി പതിവ് പോലെ പണി കൊടുക്കാൻ വേണ്ടി ഞാൻ എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രം പാവച്ചമ്പലത്ത് സുനിൽ ചേട്ടൻ്റെയും മഞ്ജു ചേച്ചിയുടെയും വീട്ടിലാണ്. മൊത്തത്തിലൊരു ലൊക്കേഷൻ ചേഞ്ച് ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പണികളും കൂടുതൽ വിശേഷങ്ങളും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഹലോ ചേച്ചി, ഇങ്ങനെ വരണ്ടിരിക്കുകയാണ്. ചേച്ചി വിളിച്ചിട്ടാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ചേച്ചി പേടിച്ചിരിക്കുക. ഹലോ ചേച്ചി, ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ താ. എന്തൊക്കെയുണ്ട് വിശേഷം? വേറെ ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ പോന്നു. ചേട്ടാ ഹായ്. ചേട്ടാ ഹായ്. അപ്പൊ ചേട്ടാ, ഞങ്ങൾ ഇന്ന് വരുമെന്ന് അറിഞ്ഞായിരുന്നോ? ഒരു ക്ലൂ ഉണ്ട്, എന്താണ് സംഭവം പരിപാടി എന്താന്ന് അറിഞ്ഞില്ലല്ലേ. അപ്പൊ ഞങ്ങൾ സൂര്യ കോമഡി ഫൺ ഫാലിമി എന്ന് പറഞ്ഞൊരു ഷോയിൽ നിന്ന് വരിക. ചേട്ടന് ഒരു പണി കൊടുക്കാൻ വേണ്ടി ചേച്ചി ഞങ്ങളെ രഹസ്യമായി വിളിച്ചതാണ് ഇങ്ങോട്ട്. പണിയാവും എന്ന് പറഞ്ഞ ചെറിയ രീതിയിൽ ഒരു പണിയാവും. അപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നത്? നമ്മൾ ഡീറ്റെയിൽസ് ഒന്നും സംസാരിച്ചില്ലല്ലോ. അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, എവിടെയാ ചേച്ചി? ഇവിടെ ഹസ്ബൻഡിന്റെ ഓഫീസിൽ തന്നെ. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓഫീസ് ഉണ്ടോ? ഓക്കെ, അപ്പം ഗുരുജി ടാക്സ് സൊല്യൂഷൻസ് നേമത്ത് തന്നെയാണ് ഓഫീസ്. വേറെ ആരൊക്കെയുണ്ട് ചേച്ചി? മക്കളൊക്കെ? മൂത്താള് +2 പഠിക്കും. പേരെന്താ? ആദിനാഥ്. ഓക്കെ. ഇളയാള് ഓംകാർനാഥ്. ഓംകാർ 8th. ഭയങ്കര വെറൈറ്റി പേരാണോ? പേരൊക്കെ ആരാ ഇട്ടത്? ചേട്ടൻ തന്നെയാണോ ഇട്ടത്? ഓക്കെ. ഓംകാരനാഥും ആദിത്യനാഥും ആദിനാഥും. ഓക്കെ. ഓക്കെ, കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള പേരാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേച്ചി മാത്രല്ലേ ഉള്ളൂ ഇവിടെ പെണ്ണായിട്ട്? അമ്മയുണ്ട്. ഓക്കെ, അമ്മയുടെ പേരെന്താ? പ്രഭാവതി. ചേട്ടന്റെ അമ്മയാണോ? ചേച്ചിയുടെ അമ്മയാണ്. ഓക്കെ. ബൈ ദ വേ, ഞങ്ങൾ പണി കൊടുക്കാനാണല്ലോ വന്നത്. ചേച്ചി പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ത് കൊടുക്കും നമ്മൾ? ചേട്ടൻ എന്ത് ടാസ്ക് കൊടുക്കും? നിങ്ങൾ കൊടുത്താൽ മതി. അത് കൊള്ളാം. ഞങ്ങളെ ഇവിടെ പണി കൊടുക്കാൻ വിളിച്ചു വരുത്തി. ഇനിയിപ്പോ ഞങ്ങൾ പണി എന്താന്ന് കണ്ടുപിടിക്കണം അല്ലേ? ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ ചേട്ടൻ പാത്രമൊക്കെ കഴിയുമെന്ന് പറഞ്ഞു. അത്യാവശ്യം ചില്ലറ ജോലിയൊക്കെ ചെയ്യും. അപ്പൊ അത് കൊടുത്താൽ ഒരിക്കലും ഒരു പണിയാവത്തില്ല. ചേട്ടൻ എന്തായാലും ടാക്സ് പ്രാക്ടീഷൻ കൂടിയാണല്ലോ. അപ്പൊ കുറച്ച് കോൺസെൻട്രേഷൻ വേണ്ടുന്ന ജോലിയല്ലേ. അപ്പൊ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുത്താലോ? ചേട്ടന് ഭയങ്കര കോൺസെൻട്രേഷൻ അത്യാവശ്യമുള്ള ഒരു പണി കൊടുക്കാം. ട്രോൾ അത് ഉറപ്പായിട്ടും ചേട്ടാ ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഫണ്ണി എന്ന കുറച്ച് രസമുള്ള ഒരു ടാസ്ക് തോന്നുന്നു. അതായത് ഷർട്ടിന്റെ ബട്ടൺ തയ്ച്ച എങ്ങനെ ഉണ്ടാവും? എന്തായാലും ഇവിടെ ആമ്പിള്ളേരാണ് 3 പേര്. ഈ പണി കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നമുക്ക് ഷർട്ട് എടുത്തിട്ട് കുറച്ച് ബട്ടൺ അങ്ങോട്ട് തയ്ച്ചു പിടിപ്പിച്ചാലോ? കുറച്ചെന്ന് വെച്ചാൽ ആ ഷർട്ടിനകത്ത് എത്ര ബട്ടൺ ഉണ്ടോ അത്. കുറച്ച് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബട്ടണിൽ അവസാനിക്കില്ല, ഒരു 3-4 തയ്ക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് കോൺസെൻട്രേഷൻ ലെവൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം. അപ്പൊ ചേച്ചി ഷർട്ടും ബട്ടണും ഒക്കെ കൊടുത്തരാമോ? ചേട്ടാ, ഞാൻ ഇവിടെ വന്നപ്പോൾ ചേച്ചിയോട് നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടിരുന്നു ചേട്ടൻ പാട്ട് പാടുന്നു. ചേച്ചി ഷർട്ടും ബട്ടണും ഒക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് എന്റർടൈൻഡ് ആയിട്ടിരിക്കാം. ഒരു പാട്ട് പാടിത്തരും? ഓ, പിന്നെന്താ. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽക്കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, രജതരേഖകൾ നിഴലുകൾ പാകി, രജനീഗന്ധികൾ പുഞ്ചിരി തൂകി, ഈ നിലാവിൻ നീലഞ്ഞൊറികളിൽ ഓമനേ നിൻ പാവാടയിളക്കി, കൊഴിഞ്ഞ ദിനത്തിന്നിതളുകൾ പോലെ അകന്നുവോ നിൻ പൂമ്പട്ടുതീരകൾ. അടിപൊളിയായിട്ട് പാടുന്നുണ്ട് ചേട്ടാ. ഓക്കെ, ചേട്ടൻ അപ്പോൾ പഠിച്ചിരുന്ന സമയത്തൊക്കെ ചേട്ടൻ്റെ മെയിൻ എന്താ പറയുക എക്സ്ട്രാ കരിക്കുലർ പാട്ടായിരുന്നു, മ്യൂസിക് ആയിരുന്നു. ഓക്കെ, വേറെ എന്തൊക്കെ ഹോബീസ് ഉണ്ട്? പ്രധാനമായിട്ടും യാത്ര, ട്രാവലിംഗും മ്യൂസിക്കും തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഫാമിലി ആയിട്ടാണോ ട്രിപ്പ് പോവുക? വർഷത്തില് 2 പ്രാവശ്യം ഫാമിലി ആയിട്ട് പോകും. ഓക്കെ, ഫ്രണ്ട്സുമായിട്ടും കുറച്ച് ട്രിപ്പ് ഒക്കെ പോവാൻ പറ്റുന്ന സമയങ്ങൾ ഒറ്റയ്ക്ക്. ആണോ? സോളോ പോവാറുണ്ടോ? ഓക്കെ, അപ്പൊ ചേച്ചി സമ്മതിക്കോ ഒറ്റയ്ക്കൊക്കെ പോകാൻ? ബുദ്ധിമുട്ടാണ്, എന്നാലും സമ്മതിപ്പിച്ച് പോകും. സമ്മതിക്കില്ല, ഞാൻ പറയും, അനുവാദം തരുന്നതിന് മുമ്പ് ഞാൻ പോകും. അതായിരിക്കും നല്ലതല്ലേ, കൂടുതലും പോകാൻ പറ്റുള്ളൂ. ലാസ്റ്റ് സോളോ പോയത് എവിടെ? ഞാൻ ലാസ്റ്റ് വീക്ക് കോഴിക്കോട് കക്കടാംപൊയിലെന്ന് പറഞ്ഞിട്ട് ഹില്ലി ഏരിയ. ഇരിക്കേ ചേച്ചി. അങ്ങോട്ട് പോയ പോലെ അല്ല കേട്ടോ, പണിയായിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ചിരിയൊക്കെ ഉണ്ട് മുഖത്ത്. ഓക്കെ, ഇതാ ഷർട്ട് ഉണ്ട്, ബട്ടൺ ആയി. ഇതിപ്പം ഇതുണ്ട്, എല്ലാം സെറ്റാണല്ലോ.
2 3 4 5 6 6 ബട്ടൺ ഉണ്ട് ചേട്ടാ. 6 തയ്ച്ചു പിടിക്കണം. അപ്പം ഇന്ന് പണി ഇന്ന് കഴിയോ? ഇന്ന് മുഴുവൻ ഞങ്ങൾ ഇവിടെ ഇരിക്കേണ്ടി വരും എന്നൊക്കെ. ഓക്കെ ദാണ്ട്. അപ്പോൾ പണി തരാനും ഒരു പണി പഠിപ്പിക്കാനും. ഓ അങ്ങനെ. ഇനി തൊട്ട് ഷർട്ടിന്റെ ബട്ടൺ ഇളകിയ ചേട്ടൻ തയ്ക്കാമല്ലോ. അതെ, പഠിച്ചു വെച്ചേക്ക്, ആവശ്യം വരും. ഇപ്പോൾ തുടങ്ങാമോ? തുടങ്ങാം. തുടങ്ങി അതായത് ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ. വെറുതെ തയ്ച്ചാൽ പോരാ, അതിനകത്ത് ഇരിക്കത്തക്ക രീതി നല്ല വൃത്തിയായിട്ട് തയ്ക്കുക, പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കുക. ആൻഡ് ലാസ്റ്റ് ചേച്ചി നോക്കും അത് നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചേച്ചി മാത്രമല്ല ഞാനും നോക്കും. ചേച്ചി എനിക്ക് ഇപ്പം ഇത്ര വിശ്വാസമല്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, തുടങ്ങാം. ഇതിനകത്ത് ആരാ നൂല് ഒരുക്കുക? നൂല് ചേട്ടൻ തന്നെ ഒരുക്കണം. അത് പണിയാ? അത് പണിയാ. അതൊക്കെയാണ് ഇതിനകത്ത് പണികൾ. ഒരുക്കുന്നതാണ് പണി. ചേച്ചിക്ക് വേഗം കിട്ടി ഇല്ല പാടാ. എനിക്ക് ഈ സൈറ്റിന്റെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ആണ് ഒരു ബുദ്ധിമുട്ട്. കണ്ണാടി ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടാ. അപ്പൊ തയ്ക്കാൻ പ്രശ്നമുണ്ടോ? കുഴപ്പമില്ലല്ലോ. തയ്ക്കാൻ കുഴപ്പമില്ല. വീട്ടിൽ വേറെ ആരെങ്കിലും പാട്ട് പാടുമോ ചേച്ചി? മക്കള് രണ്ടുപേരും പാടും. ഓക്കെ, നമുക്ക് രണ്ടുപേരും വിളിക്കാം ലാസ്റ്റ്. അപ്പൊ അതുവരെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ചേട്ടൻ നന്നായി തയ്ക്കുന്നുണ്ടോന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ ചേട്ടൻ ഒരു പാട്ട് പാടിക്കോ? ലിറിക്സ് അറിയാവുന്ന പാട്ടൊക്കെ നൂല് ഒരുക്കാൻ പാടുമ്പോ പറ്റിയ പാട്ട് അറിയില്ല. അല്ല, അതിന് പറ്റിയത് വേണമെന്നില്ല. എന്തെങ്കിലും ഒരു പാട്ട് പാടിക്കുക. അതായത് ചേട്ടൻ ഇങ്ങനെ ഫോൺ ലിറിക്സ് അല്ലാണ്ട് കാണാതെ അറിയാവുന്ന ഏതെങ്കിലും. ലിറിക്സ് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ കാണാതെ. പിന്നെ കുറച്ച് 2-3 വരികളൊക്കെ. അത്രയൊക്കെ മതി, പാടിക്കോ. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി, മൂടൻ മഞ്ഞിൻ മുലക്കച്ച ചുറ്റിയ മുത്തണിച്ചും താഴ്വരയിൽ, മൂടൽ മഞ്ഞിൻ മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ താഴ്വരയിൽ, നിത്യകാമുകി നിൽപ്പൂ നീ വികാരസിൻ കരയിൽ, എഴുന്നേൽക്കൂ സഖി എഴുന്നേൽക്കൂ, ഏകാന്ത ജാലകം തുറക്കൂ. ചേച്ചി ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്നു. ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടോ ചേട്ടൻ ചെയ്യുന്നത് കണ്ടിട്ട്? കൊണ്ടുള്ള കളിയല്ലേ, അതിന്റെ ടെൻഷൻ ഉണ്ടാവും. ചേട്ടൻ അപ്പോൾ 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചേച്ചി. 2 എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് മേടിച്ചിട്ട് നോക്കാം ഫുൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട്. അപ്പോൾ 3ാമത്തെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു 3 കൂടെ. നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോയി കഴിഞ്ഞാലേ ഇനിയുള്ള ബട്ടൺസ് ഒക്കെ ഞാൻ തന്നെ തയ്ക്കേണ്ടി വരും ഇവിടെ വീട്ടിൽ. ഉറപ്പായിട്ടും. അതും കൂടെ ആണല്ലോ പണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെ പണികൾ ചേട്ടന് കൊടുക്കാൻ താല്പര്യമുണ്ട്? അതായത് വീട്ടു ജോലികൾ. ഇനിയിപ്പം ബട്ടൺ തയ്ക്കുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റും. ചേട്ടൻ അയൺ ചെയ്യാറുണ്ടോ? എല്ലാം ചേട്ടൻ തന്നെ ചെയ്യുന്നത്. ഓക്കെ, ചേച്ചിയുടെയൊക്കെ അയൺ ചെയ്ത് തരുമോ? അതോ ചേട്ടനെ മാത്രം? എന്തോ ഒരു കള്ളത്തിനുണ്ട് കേട്ടോ. ആദ്യം പറഞ്ഞ് ചെയ്യും, പിന്നെ പറഞ്ഞ് ചേച്ചിയുടെ ചെയ്യില്ല. സത്യം പറ, അയൺ ചെയ്യാറില്ല. ആക്ച്വലി അത് പേടിയാണ്. അതുകൊണ്ട് ഇവിടുത്തെ അയണിങ് മൊത്തം ഞാൻ തന്നെ. എല്ലാവരും അയൺ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒട്ടും പണി ചെയ്യാത്ത ആളൊന്നും അല്ല. തിരക്കിനിടയ്ക്കും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കുക്കിംഗ് എന്താ ചേട്ടൻ ഒന്നും അറിയത്തില്ല? ചായ ഇടാൻ അറിയാം, ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാം, ദോശമാവുണ്ടെങ്കിൽ ദോശ ഇടാൻ അറിയാം, പിന്നെ ചമ്മന്തി അരയ്ക്കാൻ അറിയത്തില്ല. മുളക് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ കലക്കി ഒന്ന് അതാക്കാൻ അറിയാം. പിന്നെ പപ്പടം കാച്ചാൻ അറിയാം. പട്ടിണി കിടക്കാതെ എന്തായാലും ജീവിക്കാൻ പറ്റും. അതിനുള്ളത് ബേസിക് എല്ലാം അറിയാം, കുഴപ്പമില്ല. ചേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും യൂട്യൂബ് ട്യൂട്ടോറിയൽ ഒക്കെ നോക്കി എന്തെങ്കിലും ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഗൾഫിലായിരുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ
ശ്രമിച്ച് പരാജയപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അതിനുശേഷം ഞാൻ റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാതായി. കാരണം അടുക്കളയിൽ അവരോടൊപ്പം സഹായിച്ചാലേ അവിടെ നിന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് പുറത്തുനിന്നാക്കി. കംപ്ലീറ്റ്ലി. കാരണം എല്ലാവരും കഴിക്കാറുണ്ട്, എല്ലാവരും സഹായിക്കാറുണ്ട്, ഞാൻ മാത്രം സഹായിക്കാറില്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റാത്ത പണി അടുക്കള പണി. അപ്പം 3 കഴിഞ്ഞു. 4ാമത്തെ എടുക്കട്ടെ. 4. ചേച്ചി 6ാമത്തെ ബട്ടൺ എന്താ? ചേച്ചി പേടിച്ചു പോയോ? ഞാൻ വിളിച്ചപ്പോൾ ചേച്ചി മുഴുകിയിരിക്കുകയായിരുന്നു തോന്നുന്നു. 6ാമത്തെ ബട്ടൺ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടാ തീർന്നില്ലേ? കഴിഞ്ഞു. ചേട്ടൻ പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ അതിനകത്ത് പിടിച്ചോണ്ടിരിക്കുന്നത്. തീർന്നില്ലേ? കട്ട് ചെയ്തോ? എന്നാ ചേച്ചി ഇനി അത് ഞാൻ പിടിച്ചോളാം. ചേച്ചി അതൊന്ന് മേടിച്ചു നോക്കിയേ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കി. ആ പൊസിഷനും സ്റ്റിച്ച് ചെയ്ത കറക്റ്റ് ആ പോയിന്റിലാണോ അത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നോക്കി. ഉടുപ്പിന് നീളത്തിന് വ്യത്യാസമുണ്ട്. ഇല്ല ചെറിയൊരു ഡിഫറൻസ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ. കറക്റ്റ് അതാ ഇവിടുത്തെ സ്റ്റിച്ചിങ് ഒക്കെ. ഞാൻ വിചാരിച്ച ചേട്ടൻ തയ്ക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷെ അതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചേച്ചി എത്ര മാർക്ക് കൊടുക്കണം നമുക്കിതിന്? 9 മാർക്ക്. 1 മാർക്ക് എവിടെ പോയിന്ന്? 10 കൊടുക്കാൻ വേണ്ടി ഉണ്ടോ? പറ ചേച്ചി പറ. കുഴപ്പമില്ല, കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മളുടെ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. പണിയൊക്കെ ചേട്ടൻ അത്യാവശ്യം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. 10ൽ 9 മാർക്ക് മേടിച്ചു. ഇനി അടുത്തതായിട്ട് വേറൊരു പണിയുണ്ട്. അതായത് നമ്മൾ ഇത്രയും ടാസ്ക് ഒക്കെ ചേട്ടനെ ചെയ്യിപ്പിച്ച സ്ഥിതിക്ക് ചേട്ടനൊരു സമ്മാനം, അതായത് ഫുൾ ഫാമിലിക്ക് ഒരു ഗിഫ്റ്റ് തരണമല്ലോ. അപ്പോൾ നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാലിമി ടീമിൻ്റെ വക ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ വഴിയും കൂടെ ഉണ്ട്. ചെറിയ വഴിയല്ല, ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട്. അതായത് ഇനി ഒരു ഗെയിം സെഷനാണ്. അപ്പോൾ ആ ഗെയിം സെഷൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇനി റിലാക്സ് ചെയ്യുക. എന്തായാലും തയ്ച്ചിട്ട് കൈയൊക്കെ ഇച്ചിരി വേദനിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ചേട്ടൻ സൂചി കൊണ്ടാ. അപ്പോൾ ചേട്ടൻ ഇനി ഒന്ന് റിലാക്സ് ചെയ്തു. ഗെയിം സെഷൻ ഞാനും ചേച്ചിയും കൂടെ ആണ്. ഞങ്ങൾ രണ്ടും കൂടെ ചെറിയൊരു ഗെയിം സെഷൻ ഉണ്ട്. ആ ഗെയിം സെഷനിൽ ചേച്ചി ജയിച്ചു കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ ചേച്ചി, എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്നപ്പോൾ തന്നെ ചേച്ചി വിചാരിച്ച് ദൈവമേ പണി കൊടുക്കാൻ വിളിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചേച്ചി വരണ്ടിരിക്കുക. ഗെയിമും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി കംപ്ലീറ്റ്ലി ഔട്ടായെന്ന് തോന്നുന്നു. ഗെയിം കളിക്കാം. നമ്മൾ രണ്ടും കൂടാണ് ഗെയിം കളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗിഫ്റ്റ്. വെൽക്കം ബാക്ക് ടു ഫൺ ഫാലിമി ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി നമ്മൾ ഗെയിം സെഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. പ്രോപ്പർട്ടീസ് ഇതാ വന്നിട്ടുണ്ട് ചേച്ചി. ഗ്ലാസ് പിരമിഡ്. യെസ്. അപ്പോൾ ദാ ഇതിങ്ങനെ അറേഞ്ച് ചെയ്യണം. 6 എണ്ണം, അതിൻ്റെ പുറത്ത് 5 എണ്ണം, പിന്നെ 4 എണ്ണം, 3 എണ്ണം, 2, 1. കറക്റ്റ് അല്ലേ? ഓക്കെ, ശരിയായി, ഭാഗ്യം. അപ്പോൾ അങ്ങനെ അത് അറേഞ്ച് ചെയ്യുക, അതാണ് ഗെയിം. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് വിന്നറിനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടൈമർ ഓൺ ആക്കും. ഞാൻ ഫിനിഷ് ചെയ്ത ടൈമും ചേച്ചി ഫിനിഷ് ചെയ്ത ടൈമും നോക്കും. ഏറ്റവും വേഗം ഫിനിഷ് ചെയ്ത ആരാണോ അയാളാണ് വിന്നർ. ആ വിന്നറിന് എന്താ കിട്ടാൻ പോകുന്നത്? ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ല. ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാലിമി ടീമിൻ്റെ നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ ഞാൻ എന്താ എൻ്റെ പിരമിഡ് വരെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ശ്വാസം ഒന്നും വിടാതെ നിൽക്കട്ടെ, എങ്ങാനും ഇത് താഴെ വീണ. സോ അപ്പോൾ ടൈമർ ചേച്ചി നോക്കിയിട്ടുണ്ടായിരുന്നു, 1 minute ആണ്. 1 minute-ലാണ് ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഇനി ഗെയിം കളിക്കാൻ വേണ്ടി ചേച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേച്ചി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫിനിഷ് ചെയ്തിരുന്നത് 1 minute ആണ്. അപ്പോൾ ചേച്ചി അതിന് മുമ്പേ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചേച്ചി ഫിനിഷ് ചെയ്ത ടൈം ഞാൻ ആദ്യം പറയാം. ചേച്ചി 1 minute 8 seconds 1 minute 8 seconds ആണ് ചേച്ചി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഞാൻ 1 minute-ലാണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചേച്ചി ഒരു ഇത്രയും കൂടെ സമയം അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് എനിക്ക് ചേച്ചിക്ക് തരാൻ പറ്റത്തില്ല. ആ കാര്യത്തിൽ ഞാനൊരു ചെറിയ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ വേറെയും കുറച്ച് സമ്മാനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ തന്നിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും മഞ്ജു ചേച്ചി ഫുൾ ഫാമിലി ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഹായ് അമ്മേ, പേരെന്താ? പ്രഭാവതി. ഓക്കെ, മക്കളുടെ പേര് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ആദിനാഥും ഓംകാർ അല്ലേ? ഓംകാരനാഥ്. മഞ്ജു ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പാടുന്നു. ആരാ പാടുക? രണ്ടുപേരും പാടും. രണ്ടുപേരും കൂടെ ഒന്നിച്ച് പാടുന്നോ? ഓക്കെ, അപ്പൊ മോനാണോ പാടുക? ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പാട്ട് പാടിപ്പിക്കാം. അതിനു മുമ്പ് കുറച്ച് ഗിഫ്റ്റ്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തരാനായിട്ട്. അപ്പൊ ഈ ഗിഫ്റ്റ്സ് എല്ലാം തന്നതിന് ശേഷം മോന്റെ ഒരു പാട്ടും. മാമിയ വെൽനസ് ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രോഡക്ട്സ്. മാമിയ വെൽനസ് കമ്പനി, ദ കംപ്ലീറ്റ് അക്വിസിഷൻ ഓഫ് ഹാപ്പിനെസ്. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. കൊഴിഞ്ഞെല്ലാം കഴിഞ്ഞ മട്ടാണോ? വഴിയുണ്ട്. പതിവിലും തിളക്കത്തിൽ അഴകോടെ മുടി വളരുവാൻ മാളിയേക്കൽ ഹെയർ ഓയിൽ. തൈരും ചോറും പിന്നെ എരിമാങ്ങയും. കൗസ്തുഭം ഫുഡ് പ്രോഡക്ട്സ്, ഉരുളക്കേരി മാങ്ങ. വേദനകൾ മറക്കാം, നന്നായി നടക്കാം. കാലുവേദനയ്ക്ക് ബിഗ് ബിയുടെ ഓർത്തോപീഡിക്സ് ചെരുപ്പുകൾ. ബിഗ് ബിയുടെ വക ഒരു സമ്മാനം. 100% കൈകൾക്കും വസ്ത്രങ്ങൾക്കും സുരക്ഷിതം സൂര്യ വാഷിംഗ് സോപ്പ്. 100% വെജിറ്റബിൾ ഓയിൽ നിർമ്മിച്ചത്. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാ ചേലൊക്കം വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ. തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്